students, a very good evening to all and welcome to Target Learning App. Okay, അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച. എല്ലാ ബുധനാഴ്ചകളിലും നമ്മുടെ ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ തിങ്കളാഴ്ച +1 ഫിസിക്സ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, മൺഡേ ആൻഡ് വെനസ്ഡേസിൽ റെഗുലറായി നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈവ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പരമാവധി ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തിയറിയിലും കോൺസെപ്റ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെലിവർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ MCQs ഡിസ്കസ് ചെയ്യും. എൻട്രൻസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ നിങ്ങൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അതിനും കൂടി പ്രയോറിറ്റി കൊടുത്ത് തന്നെ പോവാം. കാരണം നമുക്ക് വളരെ വണ്ടർഫുൾ ആയി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അത്രയും സിലബസ് വളരെ കുറച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കൺസെപ്ച്വലായി മനസ്സിലാക്കിയാൽ മതി. അത് ബോർഡ് എക്സാമിനും ആവശ്യമാണ് അല്ലെ? നല്ല ആവശ്യമുണ്ട്. അതുപോലെ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി, ആ രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഡബിൾ ഷോട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, ഒന്ന് ബോർഡ് എക്സാമും പെർഫെക്റ്റ് ആവും, അതുപോലെ തന്നെ എൻട്രൻസിന്റെ ആ ഒരു സെക്ഷനും പെർഫെക്റ്റ് ആയി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ അല്ല, അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ അത് എന്താ പറയാ, ആ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? നല്ല അടിപൊളിയായിട്ട് തന്നെ ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഇരിക്കണം. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. നിങ്ങൾ കമന്റ് ചെയ്യണം. ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണുമ്പോൾ കമന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വേഗം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. We are moving to our chapter electromagnetic induction. Now first of all, ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ് മക്കളെ, എന്ത് അറിയും? നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണടാ എന്ത്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ we have to discuss എന്താണ് ഫാരഡേസ് എക്സ്പെരിമെന്റ്. ഓക്കെ, ആദ്യം തന്നെ ഫാരഡേന്റെ 3 എക്സ്പെരിമെന്റ്സ് ആണ്. ഒന്ന് ഫാരഡേ ഒരു കോയിൽ, എടാ നോക്കടാ, ഒരു കോയിൽ ഗാൽവനോമീറ്റർ കണക്റ്റഡ് ആണ്. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത ഒരു കോയിലിന്റെ ഉള്ളിലേക്ക് ഒരു ബാർ മാഗ്നറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കണ്ടു. ആര്? ഫാരഡേ. ഇതാണ് എക്സ്പെരിമെന്റ്. ഓക്കെ, കോയിൽ എന്താണ്? കറണ്ട് ഇൻഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റ്. കോയിലിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം, ഒരു മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ കോയിലിൽ കറണ്ട് ഉണ്ടായി, ആ കോയിലിലെ ഗാൽവനോമീറ്റർ എന്തായി, ഡിഫ്ലക്റ്റ് ആയി. റൈറ്റ്? എക്സ്പെരിമെന്റ് നമ്പർ 1. എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, എക്സ്പെരിമെന്റ് മാത്രം അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എക്സ്പ്ലനേഷൻ അടുത്ത സെക്ഷനിലാണ്. നെക്സ്റ്റ്, കറണ്ട് ഇൻഡ്യൂസ്ഡ് ബൈ എ കറണ്ട്, അതായത് ഒരു സോളിനോയിഡ് ഉണ്ട്, അത് ഒരു ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തു. ഇനി വേറെ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനെ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കണ്ടു. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനെ ഒരു കോയിലിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ ഈ കോയിലിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്തു? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. അപ്പൊ ഇത് കോയിലാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിനെ മറ്റൊരു കോയിലിന്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ആൻഡ് ദ തേർഡ് വൺ ഈസ്, ഒരു കോയിൽ ഇവിടെ വെച്ചു, ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തു. മറ്റൊരു കോയിൽ ഉണ്ട്, സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഈ സ്വിച്ച് ഓൺ ചെയ്യുക, ഓഫ് ആക്കുക, ഓൺ ചെയ്യുക, ഓഫ് ആക്കുക, ഓൺ ചെയ്യുക, ഓഫ് ആക്കുക. ആ സമയത്തും ഈ ഒരു കോയിലിൽ കണക്ട് ചെയ്ത ഗാൽവനോമീറ്ററിൽ എന്ത് കാണാൻ പറ്റി? ഡിഫ്ലക്ഷൻ കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്തു? കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ഈ കാര്യങ്ങളാണ് 3 എക്സ്പെരിമെന്റ്സ്, ഫാരഡേസ് എക്സ്പെരിമെന്റ്സ്. ഇത് നമ്മൾ NCERT ഉള്ള കാര്യമാണ്, മക്കൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞ മാതിരി തന്നെയാണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഒരു സർഫസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫ്ലക്സ്. മക്കളെ പഠിച്ചു വെക്കടാ. ഒരു സർഫസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ that will be equal to
ബി ഡോട്ട് എ ആണ് വരിക. ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഏരിയയുള്ള സർഫസിലെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത്? ബി. അതായത് ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യാണ് മക്കളെ. ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ സർഫസിന്റെ ഏരിയയാണ് എ. ആ ഏരിയ വെക്ടർ എന്നാണ് പറയാ. ആ ഏരിയ വെക്ടർ മക്കളെ നോക്കടാ, ആ ഏരിയ വെക്ടർ ആണ് ഇത്. ക്ലിയർ അല്ലേ? ആ ഏരിയ വെക്ടർ ആണ് ഞാൻ ഈ കാണിച്ചത്. ഏരിയ വെക്ടർ എപ്പോഴും ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. റൈറ്റ്? ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ ഉണ്ടാവുക. ആ ഏരിയ വെക്ടറും പിന്നെ അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും അതുപോലെ ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തീറ്റ എന്ന് വിളിക്കുക. അപ്പൊ ഏരിയ വെക്ടറും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണെങ്കിൽ ഇവിടുത്തെ ഫ്ലെക്സ് വരിക phi will be equal to b dot a ആണ്. b dot a എന്ന് പറഞ്ഞാൽ ba cos theta എന്ന് പറയാം. where theta is the angle between vector b and vector a. ഈ വെക്ടർ a എങ്ങനെ ഉണ്ടാവുക? ഏരിയ വെക്ടർ ആണത്. അത് ഏരിയക്ക് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ ഉണ്ടാവുക. ഇവിടുത്തെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഈ റെഡിൽ കാണിച്ച ഈ ഏരിയ വെക്ടർ ഈ പ്ലെയിനിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ആ ഏരിയ വെക്ടറിന് ഒരു തീറ്റ ആംഗിളിലാണ് ബി എങ്കിൽ ആ ഒരു സർഫസിലെ സർഫസ് ഏരിയയിലെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡോട്ട് എ ആണ് വരിക. മക്കളെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലെക്സ്. സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ മാഗ്നറ്റിക് ഫ്ലക്സ്? It is a total number of magnetic lines of force passing normally through a surface is known as magnetic flux. Equation is phi is equal to b dot a, ba cos theta, where theta is the angle between b and a. Next one is മക്കളെ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേ രണ്ട് ലോസ് ആണ് പറഞ്ഞത്, രണ്ട് നിയമങ്ങളാണ് ഫാരഡേ പറഞ്ഞത്. എന്തൊക്കെയാ മക്കളെ പറഞ്ഞത്? ഒന്ന് ഫസ്റ്റ് ലോ. എന്താ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത് മക്കളെ? ഒരു കണ്ടക്ടറിൽ എങ്ങനെയാണ് EMF ഉണ്ടാവുക, അല്ലെങ്കിൽ EMF എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഫാരഡേ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്. അപ്പൊ മക്കളെ എന്താ ഫസ്റ്റ് ലോ? ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ whenever the magnetic flux associated with a coil changes, an EMF will be induced in it. ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന, ഒരു കോയിലുമായി ബന്ധപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എപ്പോഴാണോ ചേഞ്ച് ഉണ്ടാവുക അപ്പോൾ ആ കോയിലിൽ ഒരു EMF ഉണ്ടാകും. EMF എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വോൾട്ടേജ് ആണ്. എന്താ മക്കളെ EMF എന്ന് പറഞ്ഞാൽ? EMF എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ വോൾട്ടേജ്. EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. സോ എന്താ ഫസ്റ്റ് ലോ? whenever the magnetic flux linked with a coil or a conductor changes, an EMF will be induced in it. ഒരു കോയിലുമായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാകും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് our first law നമ്മൾ എന്താന്നുള്ളത് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഒരു EMF ഉണ്ടാകും. എപ്പോഴാണോ ആ ചേഞ്ച് നിൽക്കുന്നത് അപ്പം EMF നിൽക്കും. ഈ EMF ഉണ്ടായിക്കൊണ്ടേയിരിക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ? ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ അളവിനെ കുറിച്ചാണ് ഫാരഡേസ് സെക്കൻഡ് ലോയിൽ പറഞ്ഞത്. എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ? ഫാരഡേസ് സെക്കൻഡ് ലോ പറഞ്ഞ കാര്യം ഇതാണ്: the magnitude of induced EMF in a coil. ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് is directly proportional to rate of change of magnetic flux ആണ്. എന്താ പറഞ്ഞത്? ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ E എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡ്യൂസ്ഡ് EMF ആണ്. E എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMF is directly proportional to d phi by dt. What is d phi by dt? Rate of change of magnetic flux. Okay, so E is equal to
ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. ആ നെഗറ്റീവ് എന്താണെന്നുള്ള ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു. ഓക്കെ, സോ E is equal to a constant into ഒരു നെഗറ്റീവ് ഉണ്ടാവും. എന്താ? d∅dt. So we can conclude E is equal to minus k d∅dt ആണ്. k ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? E is equal to minus d∅dt എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇൻഡ്യൂസ്ഡ് EMF is minus d∅dt. ഈ നെഗറ്റീവ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താ മക്കളെ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി opposing to rate of change of magnetic flux എന്നാണ്. അത് ലെൻസസിലോ എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി മക്കളെ നമ്മുടെ അടുത്ത് n ടേൺസ് ഉണ്ടെങ്കിൽ if we have n ടേൺസ്, എടാ മക്കളെ നോക്ക്, നമ്മുടെ അടുത്ത് n ടേൺസ് ഉണ്ട്. n ടേൺസ് ഉണ്ടെങ്കിൽ ആ n ടേൺസിലും കൂടി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എങ്ങനെ കാണുക? മൈനസ് n d∅dt അടിച്ചാ മതി. മൈനസ് n d∅dt, where d∅dt is the rate of change of flux in one turn. അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? n ടേൺസിലുമുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും. ആ n ടേൺസിലും കൂടിയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ EMF ആണ്. സോ ടോട്ടൽ EMF ഇൻ കോയിൽ ഹാവിംഗ് n ടേൺസ് ആണ്. എന്ത്? E is equal to minus n d∅dt പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇത് ശരിക്കും ഇൻസ്റ്റന്റേനിയസ് ഫ്ലക്സ് ആണ്, സോറി EMF ആണ്. എന്താണ്? ഇൻസ്റ്റന്റേനിയസ് EMF ആണ്. എന്ത്? E is equal to minus n d∅dt എന്ന് പറഞ്ഞാൽ ട്ടോ. ഇനി എന്താണ് മക്കളെ ആവറേജ് EMF? ആവറേജ് EMF നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് EMF എന്ന് പറഞ്ഞാൽ that is ∅2 minus ∅1 divided by delta t ആണ്. മൈനസ് ഓഫ് എന്താണ്? ∅2 minus ∅1 എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ദാറ്റ് ഈസ് വാട്ട് ഈസ് എന്താണ് മക്കളെ? ആവറേജ് EMF ആണ്. ഓക്കെ, ഒരു നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ വാട്ട് ഈസ് ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF? ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് എന്താണ്? ∅2 minus ∅1 by delta t. ദാറ്റ് ഈസ് ആവറേജ് EMF. സോ രണ്ട് EMF നമ്മൾ പറഞ്ഞു. എന്താണ് ആവറേജ് EMFും ഇൻസ്റ്റന്റേനിയസ് EMFും. സോ ഫാരഡേയുടെ സെക്കൻഡ് ലോയിൽ എന്താ പറഞ്ഞ മക്കളെ? ഫാരഡേയുടെ സെക്കൻഡ് ലോ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഫസ്റ്റ് ലോ എന്താ? whenever the magnetic flux associated with a coil changes an EMF will be induced in it. സെക്കൻഡ് ലോ എന്താണ്? the magnitude of induced EMF in a coil is directly proportional to rate of change of magnetic flux linked with that coil. That is what is Faraday's second law. അപ്പോൾ ഒന്നാമത്തെ ലോയിൽ എങ്ങനെ EMF ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ ലോയിൽ എത്ര EMF ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. ഇനി അതിന്റെ ഡയറക്ഷനെ കുറിച്ചാണ്. ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞ ആരാണ്? ലെൻസസ് ലോയിലാ പറഞ്ഞു കേട്ടോ. എന്താ മക്കളെ? ലെൻസസ് ലോ. സോ വി ക്യാൻ മൂവ് ഓൺ ടു ലെൻസസ് ലോ. എന്താ മക്കളെ ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ? ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഓർ പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഒരു കോയിലിൽ ഉണ്ടാവുന്ന EMFന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ഒരു കോയിലിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ അതിനെ കുറിച്ചാണ് ലെൻസസ് ലോയിൽ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താ മക്കളെ ലെൻസസ് ലോ? അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, the direction of induced current or polarity of induced EMF is in such a way that it opposes its cause of production. അതായത് ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡ്യൂസ് ചെയ്ത ആ ഉണ്ടായ EMFന്റെ പണി, ആ EMF ഉണ്ടാവാനുള്ള കാരണം എന്താണോ ആ കാരണത്തെ ഇല്ലാണ്ടാക്കുക എന്നതാണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ പണി. അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവാനുണ്ടായ കാരണം, ആ കാരണത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് എന്തിന്റെ പണി? ആ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ പണി. അതാണ് ലെൻസസ് ലോയിൽ പറഞ്ഞത്. അപ്പൊ ലെൻസസ് ലോ എന്താണ് പറഞ്ഞു തരുന്നത് മക്കളെ? ലെൻസസ് ലോയിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ആണ്, അല്ല പൊളാരിറ്റി ആണ്. EMFന് പൊളാരിറ്റിയാ പറയാം, കറന്റിനാണ് എന്ത് പറയാം? ഡയറക്ഷൻ പറയാം. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ പൊളാരിറ്റി
അതിനെക്കുറിച്ച് ലെൻസസ് ലോയിൽ പറഞ്ഞു. അതെന്താണ്? ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ പൊളാരിറ്റി ഇങ്ങനെയാണ് ഉണ്ടാവുക. എങ്ങനെ? ആ ഉണ്ടായ കറണ്ട് അതിന്റെ കാരണത്തെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ചെറിയ ഒരു ഐഡിയ ആണെങ്കിൽ പോലും ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എന്താ മക്കളെ ലെൻസസ് ലോ? ലെൻസസ് ലോ gives the polarity of induced EMF or direction of induced current. The direction of induced current or polarity of induced EMF is in such a way that it opposes its cause of production. The direction of induced current or polarity of induced EMF is in such a way that it opposes its cause, കാരണം of production. അതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ലെൻസസ് ലോ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? ഓക്കെ, അപ്പൊ ലെൻസസ് ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താന്നുള്ളത്. മക്കളെ ഈ ലെൻസസ് ലോന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൃത്യമായി കാണിച്ചു തരാം. ഇവിടെ നോക്കണം, എന്റെ കയ്യിൽ ഒരു കോയിൽ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു കോയിൽ. അതിന് മുമ്പ് മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലോക്ക് വൈസ് കറണ്ടും ആന്റി ക്ലോക്ക് വൈസ് കറണ്ടും. എടാ ഇത് ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ്, ഇത് ക്ലോക്ക് വൈസ് കറണ്ടാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. എന്താണ് ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഒഴുകുമ്പോൾ പ്രത്യേകത? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഒഴുകുമ്പോൾ നിങ്ങൾ ആ കാണുന്ന ഭാഗം നോർത്ത് പോൾ ആയിരിക്കും. എന്നാൽ ക്ലോക്ക് വൈസ് കറണ്ട് ആണ് ഒഴുകുന്നതെങ്കിൽ നിങ്ങൾ ആ കാണുന്ന ഭാഗം എന്തായിരിക്കും? സൗത്ത് പോളാ. ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കും, അതായത് നമ്മളിപ്പോ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആ ഫീലിംഗ് എങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ എന്തായിരിക്കും അറിയോ? ക്ലോക്ക് വൈസ് ആയിരിക്കും. നിങ്ങൾ നോക്കടാ, ഇത് നിങ്ങൾക്ക് എന്തായിട്ടാ ഫീൽ ചെയ്യണത്? ഞാൻ ഇങ്ങനെ കറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് എന്തായിട്ടാ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ ഓക്കെ, എനിക്കത് എന്താ അറിയോ? ക്ലോക്ക് വൈസാ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു ഭാഗം സൗത്ത് ആണെങ്കിൽ മറ്റേ ഭാഗം എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ എനിക്ക് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് നോർത്ത് പോളാ, പക്ഷെ എനിക്ക് എന്താണ്? സൗത്ത് പോളായിരിക്കും. ഓക്കെ അല്ലേ? ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മക്കളെ നോക്കടാ, ഇനി അവിടെ ഒരു എക്സാമ്പിൾ പറയാൻ പോവാണ്. ശ്രദ്ധിക്കട്ടാ, ഇവിടെ നോക്ക്. ഞാന് ഈ ഒരു മാഗ്നറ്റിനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ശരിയല്ലേ? ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മാഗ്നറ്റിനെ ഞാൻ നമ്മുടെ ആ കോയിലിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ടാവുക? ചേഞ്ച് ഉണ്ടാവും. ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഇതിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ അതിൽ എന്തുണ്ടാകും? ഒരു കറണ്ട് ഉണ്ടാകും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, ആ കറണ്ടിന്റെ പണി എന്താ? ആ കറണ്ട് ഉണ്ടാവാനുണ്ടായ കാരണത്തെ ഇല്ലാണ്ടാക്കുക. ആ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഈ മാഗ്നറ്റ് ലെഫ്റ്റിലേക്ക് വരുന്നതാണ് അതിന്റെ കാരണം. അപ്പൊ ആ മാഗ്നറ്റിനെ ലെഫ്റ്റിലേക്കുള്ള വരവിനെ എന്ത് ചെയ്യണം? തടസ്സപ്പെടുത്തണം. അതിന് എന്ത് ചെയ്യണം? അതിന് ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് തള്ളണം. അതിനെന്ത് വേണം? അതിന് ഈ ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിന്റെ ഈ ഭാഗം നോർത്ത് പോൾ ആയാൽ പോരെ? മതി. ഈ ഭാഗം നോർത്ത് പോൾ ആയാൽ, ആ ഭാഗം നോർത്ത് പോൾ ആയാൽ, ആ നോർത്ത് പോൾ ഈ നോർത്ത് പോളിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ എന്ത് വേണം മക്കളെ? അപ്പൊ എന്ത് വേണം? നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ എന്ത് കറണ്ട് ഉണ്ടാവണം? അവിടെ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവണം. എന്താ? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാകണം. അങ്ങനെ അവിടെ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണെങ്കിൽ ആ ഭാഗം എന്താ? നോർത്ത് പോളാ. അപ്പൊ ആ നോർത്ത് പോൾ ഈ നോർത്ത് പോളിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. കാരണം എന്താണ്? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യണം? അതിന്റെ കാരണത്തെ ഇല്ലാണ്ടാക്കണം. അതിന്റെ കാരണം എന്താ? നോർത്ത് പോൾ അടുത്തേക്ക് വരുന്ന. അപ്പൊ നോർത്ത് പോളിന് എന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യണം. ആ റിപ്പൾഷൻ കിട്ടണമെങ്കിൽ ഈ ഭാഗം എന്താവണം? ഈ സൈഡ് എന്താവണം? നോർത്ത് ആവണം. അതിനവിടെ എന്ത് കറണ്ട് ആവണം? ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മക്കളെ നോക്ക്, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കോയിൽ ഇതാ മക്കളെ, ഇതാണ് നമ്മുടെ കോയില്. ഈ കോയിലിന്റെ അടുത്തേക്ക് ഞാൻ നേരത്തെ മാഗ്നറ്റിനെ കൊണ്ടുവന്നു. ശരിയല്ലേ? കൊണ്ടുവന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? ഈ കോയിലിന്റെ അടുത്ത് നിന്നും ഞാൻ മാഗ്നറ്റിനെ കൊണ്ടുപോവാണ്.
മാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കൊണ്ടുപോവാതാ ലൈക്ക് ദിസ്, ഇങ്ങനെ കൊണ്ടുപോവാൻ പോവാണ്. ഈ ഭാഗം നോർത്ത്, ഈ ഭാഗം സൗത്ത്. ഈ മാഗ്നറ്റിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, റൈറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ഈ മാഗ്നറ്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോഴും എന്ത് ചെയ്യും, ഈ കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഇവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവനെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ടാവുക, ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഇയാളുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നത് കൊണ്ട് ഇയാളിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMFന്റെ പണി എന്തായിരിക്കണം, അതുണ്ടാവാനുള്ള കാരണത്തെ ഇല്ലാണ്ടാക്കുക. അതുണ്ടാവാനുള്ള കാരണം എന്താ, ഇവൻ റൈറ്റിലേക്ക് പോണതാ. അപ്പൊ എന്ത് ചെയ്യണം, അവനെ പിടിച്ചു നിർത്തണം, അങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത്, റൈറ്റിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അപ്പൊ അവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. അവനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സൗത്ത് പോൾ ആവണം. ആ ഭാഗം സൗത്ത് പോൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്ത് കറണ്ട് കാണണം, അവിടെ ക്ലോക്ക് വൈസ് കറണ്ട് കാണണം. ക്ലോക്ക് വൈസ് കറണ്ട് കണ്ടാൽ അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും അവിടെ എന്താണ് ആ ഒരു കാരണത്തെ, അവിടെ EMF, അവിടെ ഇവിടെ ഉണ്ടായ EMF അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ കറണ്ട് എന്തിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതുണ്ടായ കാരണത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എന്താക്കിയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ എന്ത് പോളായി മാറി, സൗത്ത് പോളായിട്ട് മാറി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് മക്കളെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് ലെൻസസ് ലോയിൽ പറഞ്ഞത്. അപ്പൊ ലെൻസസ് ലോയിലൂടെ നമ്മൾ എന്ത് കണ്ടെത്തി, ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടെത്തി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫാരഡേസ് ലോ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ലെൻസസ് ലോ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ ആണല്ലോ. അതിൽ മറ്റൊരു രസകരമായ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ലെൻസസ് ലോ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിന്റെ ഭാഗമായിട്ടാണ് ലെൻസസ് ലോ വന്നത്. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഒരു മാഗ്നറ്റിനെ ഇങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യും, ഇവനെ അങ്ങോട്ടേക്കാണ് തള്ളാൻ നോക്കും. കാരണം അതിന്റെ കാരണത്തെ ഇല്ലായ്മ ചെയ്യണം. അപ്പൊ ഞാൻ ഇനി ഫർദർ ആയിട്ട് ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മറ്റവൻ എന്ത് ചെയ്യാണ്, തള്ളുകയാണ്, റിപ്പൽ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അങ്ങോട്ട് തള്ളുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പിന്നെയും ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം. ആ വർക്കാണ് ശരിക്കും അവിടെ എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. ആ എക്സ്ട്രാ എഫേർട്ട് ഒക്കെ അവിടെ എന്തായിട്ട് മാറുക ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ലെൻസസ് ലോയിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരു നല്ല റോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ എന്തിന്റെ ബാക്കിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, കൺസർവേഷൻ ഓഫ് എനർജിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വെറുതെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് മോഷണൽ EMF. എന്താണ് മക്കളെ മോഷണൽ EMF? നന്നായി ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കടാ, എന്റെ കയ്യില് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ കോയിൽ ഉണ്ട്. ഈ റെക്ടാങ്കുലർ കോയിലിനെ ഞാൻ എങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോവാണതാ, ഇങ്ങോട്ടേക്ക് v വെലോസിറ്റിയിൽ വലിച്ചു കൊണ്ടുപോവാ. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സാധനം റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കടാ. ഇവിടെ നോക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം, അപ്പൊ കറക്റ്റ് കാര്യം മനസ്സിലാവും. ഇതാണ് നമ്മളുടെ എന്ത്, മാഗ്നറ്റിക് ഫീൽഡ്. ശ്രദ്ധിക്കണം, ഇതാണ് നമ്മളുടെ അല്ലെങ്കിൽ കാര്യം ചെയ്യും കൊണ്ടുപോകാം. യെസ്, ഓക്കെ ഓക്കെ. നൗ ലിസൺ, ഇവിടെ നോക്കടാ, ഞാൻ ഈ ഒരു കോയിലിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണേ. ആ ഒരു കോയിലിനെ ഞാൻ വലിച്ചിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ നിങ്ങള് ഇവിടെ നോക്കാം, ഇപ്പൊ ഇത്രയും ഫ്ലെക്സ് ഉണ്ട് എവിടെ, ഈ കോയിലില്. ഓക്കെ, ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, റൈറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഫ്ലെക്സ് കുറഞ്ഞു വരില്ലേ, നോക്ക് കണ്ടോ. അപ്പൊ ഫ്ലെക്സ് 0 ആയി. ഇപ്പൊ ഫ്ലെക്സ് കുറച്ചുണ്ട്, ഇപ്പൊ ഫ്ലെക്സ് കുറെ ഉണ്ട്, അതിനേക്കാളുണ്ട്, അപ്പൊ നല്ല ഫ്ലെക്സ് ഉണ്ട്. ഇത് ഞാൻ റൈറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഫ്ലെക്സ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലെ. അങ്ങനെ അപ്പോ ഈ ഒരു കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിൽ എന്തുണ്ടാവുക, ചേഞ്ച് ഉണ്ടാവുക. ആ സമയത്ത് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഞാൻ കാണാൻ പോവാണ്. എവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണെങ്കിലും ഇക്വേഷൻ -d∅dt ആണ്. എന്താ ഇക്വേഷൻ, -d∅dt ആണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്ക്, E = -d∅dt. അപ്പൊ ഞാൻ ഇവിടെ ഫൈ എഴുതാൻ പോവാം.
മൈനസ് ഡി ബൈ ഡി ടി ഓഫ്. എടാ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ്. അതെങ്ങനെ കാണാം? ബി ഡോട്ട് എ വെച്ച് കാണും. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസിറ്റി. അതവിടെ നിൽക്കട്ടെ. ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടറും ബി വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാ. ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങോട്ടാ? പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങോട്ടാ? ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക്. ഏരിയ വെക്ടർ ഉള്ളിലേക്കാണ്, അവിടുത്തെ ബിയും ഉള്ളിലേക്കാണ്. അതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് ബി വെക്ടർ എന്താ? 0 ഡിഗ്രിയാ. അപ്പൊ തീറ്റ എന്താ? 0. അപ്പൊ ബി ഡോട്ട് എ എന്തായി മാറി? ബി ഇൻറ്റു എ. സോ വാട്ട് ഈസ് ടോട്ടൽ ഫ്ലെക്സ്? ബി ഇൻറ്റു എ. ആ ഫ്ലെക്സ് ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ടി ഓഫ് ബി ഇൻറ്റു എ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാല്, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാ ഇതല്ലേ ഇവിടുത്തെ ഏരിയ, ഇത്രയുമല്ലേ ഇവിടുത്തെ ഏരിയ ആണ്. ആ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അടിക്കണം. ഇവിടെ ബ്രെഡ്ത്ത് y ആണ് അല്ലെ, അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഇതുമാണ്. അപ്പൊ ഈ ഒരു സാധനം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ദാ ഇതിങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആര് ചേഞ്ച് ചെയ്യുന്നില്ല? L ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ആര് ചേഞ്ച് ചെയ്യുന്നുണ്ട്? y ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ L മാറാതെ y അവിടെ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏരിയ മാറുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്ന ഏരിയ മാറുന്നുണ്ട്, ഏരിയ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഏരിയ കുറയുന്നത് എന്ത് കുറയുന്നതിലൂടെയാണ്? y കുറയുന്നതിലൂടെയാണ്. L അവിടെ മാറുന്നില്ല. അപ്പൊ L ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ ഇവിടുത്തെ ഏരിയ എന്താ മക്കളെ? L ഇൻറ്റു y. സോ മൈനസ് നമ്മൾ എഴുതാൻ പോവാണ്. ഇവിടുത്തെ ഏരിയ L ഇൻറ്റു y. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി ഇൻറ്റു L ഇൻറ്റു y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ മൈനസ് ബി ഈസ് എ കോൺസ്റ്റന്റ്. ബി പുറത്തേക്ക് വന്നു, എല്ലും ചേഞ്ച് ചെയ്യില്ല, പുറത്തേക്ക് വന്നു. dy by dt. What is dy by dt? Rate of change of y value, that is velocity. മക്കളെ എന്താ വരിക? മൈനസ് ബി എൽ വി എന്ന് വരും. സോ ദ ഇൻഡ്യൂസ്ഡ് EMF in this case is മൈനസ് ബി എൽ വി. ന്യൂമറിക്കലി ഈസ് ഈക്വൽ ടു ബി എൽ വി. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ഇവിടെ നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. പൊളാരിറ്റി. എടാ മക്കളെ ഇവിടെ നോക്കടാ, ഈ ഒരു കണ്ടക്ടർ റൈറ്റിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്? ഈ കണ്ടക്ടർ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെ? അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ദാ ഈ 4 ഫിംഗർ എങ്ങോട്ടേക്ക് പിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് പിടിക്കുക. ഓക്കെ, ഈ തമ്പ് എന്താണ്? മോഷൻ ഓഫ് കണ്ടക്ടർ എങ്ങോട്ടേക്കാന്നുള്ളത് പിടിക്കുക. അപ്പൊ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്റെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കല്ലേ, സോ ഇത് ഉള്ളിലേക്ക് ഞാൻ പിടിച്ചു. ഓക്കെ, ഇനി കണ്ടക്ടർ എങ്ങോട്ടേക്കാ മൂവ് ചെയ്യണമെന്ന് നോക്കുക. ഇത് മോഷൻ ഓഫ് കണ്ടക്ടറിന്റെ ഡയറക്ഷനിലേക്ക് ഞാൻ പിടിച്ചു. ഓക്കെ ആണല്ലോ. കണ്ടക്ടർ എങ്ങോട്ടേക്കാണ് പോണെന്ന് നോക്കുക, അങ്ങോട്ടേക്ക് ഞാൻ ഇതിനെ പിടിച്ചപ്പോ കറണ്ട് എങ്ങോട്ടേക്കാന്ന് കിട്ടി? മുകളിലേക്കാന്ന് കിട്ടി. ഓൾ ഓഫ് യു ക്ലിയർ? അത് ഞാൻ അങ്ങനെ വെച്ചാൽ കറക്റ്റ് മനസ്സിലാവും. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാടാ? ഉള്ളിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്. ഓക്കെ, സോ മോഷൻ ഓഫ് കണ്ടക്ടർ എങ്ങോട്ടേക്കാണ്? കണ്ടക്ടറിന്റെ മോഷൻ എങ്ങോട്ടേക്കാണ്? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങോട്ടേക്കാണെങ്കിൽ ഓക്കെ, സോ മോഷൻ ഓഫ് കണ്ടക്ടർ നോക്കുക, അത് ഏത് ഭാഗത്തേക്കാണ് നോക്കുക. അതിനനുസരിച്ച് അപ്പൊ ഞാനിപ്പോ ഇതിൽ നോക്കുകയാണെങ്കിൽ എന്റെ ഹാൻഡിങ് ചെറിയ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്, സ്ക്രീൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കറക്റ്റ് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടർ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ തമ്പ് റൈറ്റിലേക്ക് ആക്കണം, ഇത് ഉള്ളിലേക്കും ആക്കണം. ആ സമയത്ത് ഈ കറണ്ട് ഡയറക്ഷൻ മുകളിലേക്കാണ് കൃത്യമായിട്ട് കിട്ടും. റെഡി? കറണ്ട് മുകളിലേക്കാണ് കിട്ടി. കറണ്ട് മുകളിലെ. അപ്പൊ നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം? ഈ 4 ഫിംഗർ നിങ്ങളെ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പിടിക്കുക. ഈ തമ്പോ അത് ഉള്ളിലേക്കാക്കിയിട്ട് ഈ തമ്പ് കറക്റ്റ് നിങ്ങൾ എങ്ങോട്ടേക്കാണോ ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പിടിക്കുക. അപ്പൊ കറക്റ്റ് എന്ത് കിട്ടും? കറണ്ട് മുകളിലേക്കാന്ന് കിട്ടും. ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണേ എന്റെ കൂടെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറണ്ട് മുകളിലേക്കാന്ന് കിട്ടി. കറണ്ട് മുകളിലേക്കാണെങ്കിൽ ശ്രദ്ധിക്കുക, കറണ്ട് മുകളിലേക്കാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിന്റെ പൊളാരിറ്റി കാണുന്നത് ഇതിലാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യല്. അപ്പൊ അവിടുത്തെ കറണ്ട് മുകളിലേക്കാന്ന് കിട്ടി. കറണ്ട് മുകളിലേക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറണ്ട് ഇത് മുകളിലേക്ക് പോയത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് പ്ലസും ഇത് മൈനസും ആണെന്ന് വിചാരിക്കും. കാരണം കറണ്ട് എപ്പോഴും പ്ലസ് നിന്ന് മൈനസിലേക്കാണല്ലോ പോയത്. അതുകൊണ്ട് ഇത് പ്ലസും ഇത് മൈനസും വിചാരിക്കും. അത് തെറ്റാണ്. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആളിൽ കറണ്ട് ഉണ്ടാവുന്ന ആളിൽ
ഒരിക്കലും കറണ്ട് പ്ലസ് നിന്ന് മൈനസിലേക്ക് അല്ല പോവാ, മൈനസ് നിന്ന് പ്ലസിലേക്കാ പോവാ. ബിക്കോസ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആള് ഒരു സെല്ല് പോലെ ആക്ട് ചെയ്യും. ഒരു സെല്ലിന്റെ ഉള്ളിലൂടെ കറണ്ട് എപ്പോഴും പോവല് മൈനസ് നിന്ന് പ്ലസിലേക്കാ, പ്ലസ് നിന്ന് മൈനസിലേക്കല്ല. സെല്ലിന്റെ പുറത്തുകൂടെയാണ് എന്ത്, പ്ലസിൽ നിന്ന് മൈനസിലേക്ക് കറണ്ട് പോവുക. സെല്ലിന്റെ ഉള്ളിലൂടെ മൈനസ് നിന്ന് പ്ലസിലേക്കാണ് എപ്പോഴും എന്ത് പോവുക, കറണ്ട് പോവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. സോ കറണ്ട് മുകളിലേക്ക് പോവായതുകൊണ്ട്, ഇതൊരു സെല്ല് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അടിഭാഗം എന്തായിരിക്കണം, മൈനസും, മുകൾ ഭാഗം എന്തുമായിരിക്കണം, പ്ലസും ആയിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു, അപ്പൊ മോഷണൽ EMF-നെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് എനർജി കൺസിഡറേഷൻ. എന്താണ് മക്കളെ എനർജി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? എനർജി കൺസിഡറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡയറക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. സോ ലിസൺ, എനർജി കൺസിഡറേഷനിലേക്ക് വരുമ്പോൾ നോക്കടാ, ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ട്. ഇതൊരു മൂവബിൾ ആം ആണ്. ഈ മൂവബിൾ ആം ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു? v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ നീളം L ആയതുകൊണ്ട് ഇവിടെ എത്ര EMF ഇൻഡ്യൂസ് ചെയ്യും മക്കളെ പറ? EMF BLV. നേരത്തെ പഠിച്ചു നമ്മള് BLV. ഓക്കെ, ഇനി ഈ ഒരു സാധനത്തിന്റെ റെസിസ്റ്റൻസ് വരിക R ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി കറന്റ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് കറന്റ്. നൗ ഇത് ഇപ്പോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക. അതെങ്ങനെ കണ്ടെത്തുക? നമ്മൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്, മോഷൻ ഓഫ് കണ്ടക്ടർ ലെഫ്റ്റിലേക്ക്. അപ്പൊ കറണ്ട് എങ്ങോട്ടേക്കാ? എനിക്ക് താഴേക്ക് എന്ന് കിട്ടും. സോ കൃത്യമായി കറണ്ട് താഴേക്ക് കിട്ടും. യു ക്യാൻ യൂസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ കറണ്ട് ഡിറക്ഷൻ കാണിച്ച കാറ്റതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും അല്ലെ? കറണ്ട് കാണിച്ചു. നൗ ഇനി മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കണ്ടക്ടർ നമ്മൾ ഈ ഒരു കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണ്ടക്ടർ ഇപ്പം എന്താണ്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? അതൊരു മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത് അല്ലെ? അപ്പൊ അതിന്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിന്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ഇസ് ഈക്വൽ ടു I into L cross B ആണ്. ഇവിടെ L എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ ഉണ്ടാവുക. L വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക്? കറണ്ട് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക്. സോ L വെക്ടർ ഇങ്ങോട്ടേക്കും B വെക്ടർ ഉള്ളിലേക്കുമാണ്. അപ്പോൾ L ഉം B യും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. സോ IL cross B എന്നുള്ളത് ILB sin 90. sin 90 1 ആയതുകൊണ്ട് ILB എന്ന് വരും. സോ ഒരു കാര്യം ചെയ്യടാ, നമുക്ക് Iക്ക് എന്ത് കൊടുക്കാം? BLV by R into LB. That is equal to B square L square V by R എന്ന് വരും. എന്ത്? ഫോഴ്സ് ആയി. ഈ ഫോഴ്സ് ആണ് നമ്മളുടെ കണ്ടക്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യുക. ഈ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുക ഇങ്ങോട്ടേക്കാണ്. ഈ ഫോഴ്സ് എന്താടാ? ഈ കറണ്ട് കാരണം നമ്മുടെ കണ്ടക്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. മക്കളെ ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ഈ കണ്ടക്ടറിനെ ഞാൻ ഇങ്ങോട്ടാ തള്ളി കൊണ്ടുപോണേ, ഞാൻ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോവാ കണ്ടക്ടറിനെ. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഈ കണ്ടക്ടറിൽ എന്തുണ്ടായി? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ പണി എന്താ? ആ കറണ്ട് എന്തുകൊണ്ടാണോ ഉണ്ടായത് അത് ഇല്ലാണ്ടാക്കുക. ആ കറണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നോണ്ടല്ലേ കറണ്ട് ഉണ്ടായത്? ആണ്. അപ്പൊ അത് ഇല്ലാണ്ടാവണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് വരണ്ടേന്ന്. ആ ഫോഴ്സ് ഉണ്ടാക്കി ആര്? ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാക്കി. ആ ഫോഴ്സ് ആണിത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണ്ടേന്ന്. ആ ഫോഴ്സ് ഏത് ഫോഴ്സിന് ഈക്വലാ? ഇപ്പൊ ഇവിടെ ഉണ്ടായ ഈ ഫോഴ്സിന് ഈക്വലാ. അപ്പൊ ഞാൻ കൊടുക്കേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് F external will be equal to B square L square V by R. ഇതെന്താ? ഞാൻ കൊടുക്കേണ്ട ഫോഴ്സാ. കാരണം I കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇപ്പോ B ഇന്റൻസിറ്റി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ILB, B square L square V by R ആണ്. അത്രയും ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക? എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആക്ട് ചെയ്യുക, ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതേ എമൗണ്ട് ഫോഴ്സ് എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊടുത്താൽ ഈ കണ്ടക്ടർ V വെലോസിറ്റിയിൽ പോയിക്കോളും. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാ പോവാ. കാരണം നെറ്റ് ഫോഴ്സ് 0 ആവണം. ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ ഫോഴ്സിനെ ഇല്ലാണ്ടാക്കണം. അത് ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? ഈ സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ ആ സെയിം ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്തു. എഫ് എന്താ? B square L square V by R ആണ്. ഇനി ഞാൻ ഇവിടെ കൊടുക്കേണ്ട മെക്കാനിക്കൽ പവർ എന്താ? പവർ മെക്കാനിക്കൽ എന്താ മക്കളെ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാ. സോ F external ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി അല്ലേ? അപ്പൊ എന്താ? B square L square V by R into V. That becomes equal to
B square L square V square by R. That is mechanical power in this case. Okay ആണല്ലോ. അപ്പൊ മെക്കാനിക്കൽ പവർ ഇൻ ദിസ് കേസ് കിട്ടി. ഈ മെക്കാനിക്കൽ പവർ മക്കളെ എന്താ സംഭവിക്കാൻ നോക്കിക്കോട്ടോ. അപ്പൊ ഞാൻ ഇത്രയും പവർ കൊടുക്കണം, അത് നീക്കണമെങ്കിൽ അത്രയും പവർ ഞാൻ കൊടുത്തു, അത് നീക്കി, അതെന്താ അവിടെ സംഭവിക്കാന്നുള്ളത് നോക്കിക്കോ. ഞാൻ ജൂൾസ് പവർ കാണാൻ പോവാ. എന്താ ജൂൾസ് പവർ കേട്ടിട്ടുണ്ട്, ഹീറ്റ് ലോസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ജൂൾസ് പവർ കാണല് എങ്ങനെ, പവർ I സ്ക്വയർ R എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്, അതാണ് ജൂൾസ് പവർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ കറണ്ട് പറഞ്ഞാൽ എന്താ, BLV/R. കൊടുത്തു നോക്ക്, BLV/R അല്ലെ, BLV/R ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താ, സ്മോൾ r. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താ, B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു R. അപ്പോൾ ഒരു R കട്ടാവും. അപ്പൊ എന്താ വരിക, B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R. ദാറ്റ് ഈസ് ജൂൾസ് പവർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പവറും അവിടെ ഉണ്ടായ ജൂൾസ് പവറും സെയിം ആണ്. അതിന്റെ മീനിങ് എന്താ, നിങ്ങൾ കൊടുക്കുന്ന പവർ അവിടെ ആദ്യം ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും, പിന്നെ ആ പവർ എന്താക്കി മാറ്റും, ഹീറ്റ് എനർജി ആക്കി മാറ്റും. സോ കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള കാര്യം മനസ്സിലായി. സോ നിങ്ങൾ കൊടുക്കുന്ന പവർ അവിടെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയിട്ട് അത് പിന്നെ ഫർദർ ആയിട്ട് എന്താക്കി മാറ്റുന്നുണ്ട്, ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, വെരി ഇമ്പോർട്ടന്റ്. സോ ജൂൾസ് പവറും നിങ്ങൾ കൊടുക്കുന്ന മെക്കാനിക്കൽ പവറും സെയിം ആണ്. ദാറ്റ് ഈസ് B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ എന്തായിരിക്കും, R ആയിരിക്കും. ഇതിൽ ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡി കറന്റ് സെക്ഷൻ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്, സോ അത് വേണ്ട. നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് ഇൻഡക്ഷൻ. എന്താ മക്കളെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല്, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ ഉണ്ട്, ഒരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡ് കൂടെ ഒരു AC ഒഴുകുന്ന സമയത്ത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഒഴുകുന്ന സമയത്ത് ആ ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആ സോളിനോയിഡിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ്, ഓക്കെ, ആ മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവും. കാരണം എന്താ, AC ഒഴുകുന്നത്. AC ഒഴുകുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പൊ സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ സോളിനോയിഡിൽ എന്തുണ്ടാകും, ഒരു EMF ഉണ്ടാകും. അപ്പൊ സോളിനോയിഡ് കൂടെ ഒഴുകുന്ന കറണ്ടിലുള്ള വേരിയേഷൻ കൊണ്ട് ആ സോളിനോയിഡിൽ തന്നെ ഒരു EMF ഉണ്ടാവുന്ന ഫിനോമിന വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. സോ വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിംഗ് ആൻ EMF in a coil, okay, due to the variation of current in the same coil. So what is self induction? It is a phenomenon of inducing an EMF in a coil due to the variation of current in the same coil. That is known as self induction. Self induction കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു സോളിനോയിഡിലെ കറണ്ടിലുള്ള വേരിയേഷൻ കൊണ്ട് അതേ സോളിനോയിഡിൽ ഒരു EMF ഉണ്ടാകുന്ന ഫിനോമിന വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. സോ ഈ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അത് ശരിക്കും എന്താ പറയാ, ഒരു സർക്യൂട്ടിലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോളിനോയിഡ് എടുക്കുന്നു, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു സെല്ലുമായി കണക്ട് ചെയ്യുമ്പോൾ, ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് കോൺസ്റ്റന്റ് ഫ്ലോ ചെയ്യാം. കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ സെൽഫ് ഇൻഡക്ഷൻ ഇല്ല, കറണ്ട് ചേഞ്ച് ചെയ്യണം. കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലെക്സ് ഉണ്ട്, ഫ്ലെക്സിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ആ സോളിനോയിഡിൽ എന്തുണ്ടാവുക, EMF ഉണ്ടാവുക. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, AC കൊടുക്കുമ്പോഴാണ് കണ്ടിന്യൂസ് ആയി എന്തൊക്കെ ചെയ്യുക, സെൽഫ് ഇൻഡക്ഷൻ ഒക്കെ ചെയ്യുക. ഓക്കെ ആണല്ലോ, റെഡി? നൗ ലിസൺ. ഇനി മക്കളെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓർ സെൽഫ് ഇൻഡക്റ്റൻസ്. എടാ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് L വെച്ചാണ് കാണിക്കുക. മക്കളെ ഇത്രയേ ഉള്ളൂ. അതായത് എന്റെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു കോയിൽ ഉണ്ട്. ഈ കോയിലിലൂടെ ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത്, I കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, വാട്ട് ഈസ് ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് സോളിനോയിഡ്? ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു I. അതായത് ഈ സോളിനോയിഡ് കൂടെ ഒഴുകുന്ന കറണ്ടിനനുസരിച്ചാണ് ആ സോളിനോയിഡിൽ എന്തുണ്ടാവുക, ഫ്ലക്സ് ഉണ്ടാവുക. ഓക്കെ, സോ വെൻ ദ കറണ്ട് ത്രൂ ദ സോളിനോയിഡ് ഇൻക്രീസസ്, then the total magnetic flux through the solenoid also increases. So phi proportional to എന്താണ്,
I ആണ്. ഇവിടെ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു L എന്ന കോൺസ്റ്റന്റ് വരും, ദാറ്റ് ഈസ് L into I എന്ന് വരും. So 5 becomes Li, 5 becomes Li, 5 becomes Li. This is very important relation. കൂടാതെ ഞാൻ പറയുന്നു മക്കളെ, what is L? 5/I ആണ്. If I is equal to 1 ampere, then L is equal to 5. മക്കളെ ഇനി പറ എന്താ? ഒരു സോളിനോയിഡിന്റെ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സോളിനോയിഡ് കൂടെ 1 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് ആ സോളിനോയിഡിന്റെ എന്തെന്ന് വിളിക്കുക? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പൊ എന്താ മക്കളെ? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദാറ്റ് സോളിനോയിഡ് when 1 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതായത് ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സോളിനോയിഡ് കൂടെ 1 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദാറ്റ് സോളിനോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? എടാ, വാട്ട് ഈസ് E? E എന്ന് പറഞ്ഞാൽ -d5/dt. ന്യൂമറിക്കലി നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, d5/dt എന്ന് എഴുതാം, മൈനസ് ഒഴിവാക്കി വേണമെങ്കിൽ എഴുതാം. സോ വാട്ട് ഈസ് E? d5/dt. ഇവിടെ 5 എന്ന് പറഞ്ഞ നേരത്തെ കണ്ടു, 5 എന്ന് പറഞ്ഞാൽ Li ആണ് നമ്മൾ കണ്ടു അല്ലേ? സോ 5 എന്താണ്? Li ആണ്. ആ L പുറത്തേക്ക് എടുത്താൽ L into di/dt എന്ന് വരും. So from here what is L? L എന്ന് പറഞ്ഞാൽ E/di/dt ആണ്. എന്താണ്? E/di/dt ആണ്. എന്തെന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മക്കളെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. സോ ഇവിടുന്ന് ഞാൻ പറയാണ് di/dt എന്ന് പറഞ്ഞാൽ 1 ആംപിയർ പെർ സെക്കൻഡ് ആണ്. 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ വാട്ട് ഈസ് L? L is equal to E എന്ന് വരും. എന്ത് വരും? L is equal to E എന്ന് വരും. മക്കളെ ഇപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു സോളിനോയിഡ് കൂടെയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, എന്ത്? ഒരു സോളിനോയിഡ് കൂടെയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, ഒരു സെക്കൻഡിലുള്ള കറണ്ടിലുള്ള മാറ്റം, അത് 1 ആംപിയർ പെർ സെക്കൻഡ് ആകുമ്പോൾ അവിടെ എത്ര EMF ഉണ്ടാവുമോ അതാണ് അതിന്റെ എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ്. അതായത് ഒരു സോളിനോയിഡ് കൂടെ ഞാൻ കറണ്ട് കൊടുക്കുന്നുണ്ട്, ആ കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, ഒരു സോളിനോയിഡ് കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് വാല്യൂ 1 ആംപിയർ പെർ സെക്കൻഡ് ആകുമ്പോഴുള്ള അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെ വിളിക്കുന്ന പേരാണ് അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസ് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒരു സോളിനോയിഡ് കൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ ആകുമ്പോൾ ആ സോളിനോയിഡുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് സോളിനോയിഡിന്റെ എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഒരു സോളിനോയിഡിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 ആംപിയർ പെർ സെക്കൻഡ് ആകുമ്പോൾ ആ സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വേണമെങ്കിലും പറയാം. ഇതൊക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് മക്കള് മനസ്സിലാക്കി വെക്കണം, വെരി ഇമ്പോർട്ടന്റ്. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മക്കളെ എന്ത്? ഹെൻറി. മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. നെക്സ്റ്റ്, ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ മക്കളെ നോക്കടാ. എന്റെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. ശ്രദ്ധിക്കുക, ഒരു സോളിനോയിഡ് കൂടെ I കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദിസ് സോളിനോയിഡ്? മക്കളെ പഠിച്ചു വെക്കണം. ലിസൺ, സെൽഫ് ഇൻഡക്റ്റൻസ് ഞാൻ കാണാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. എന്താ മക്കളെ? 5 is equal to നേരത്തെ പഠിച്ചു L into I എന്ന് പഠിച്ചു. ഇനി ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. എന്താണ്? B into A അല്ലെങ്കിൽ B dot A, അതുപോലെ into A ആയി മാറും. B into A എത്ര ടേൺസ് ഉണ്ട്? N ടേൺസ് ഉണ്ടെങ്കിൽ N into B into A എന്ന് എഴുതാം. ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ടേണിന്റെ ഏരിയ ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെ തന്നെയാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ A and B എന്താ? 0 ആണ്. സോ B dot A എന്നുള്ളത് BA cos theta, BA cos theta, BA cos 0 ആയി മാറും. സോ B into A into cos 0 1 ആണ്. സോ B into A മാറും. B dot A BA into A ആയി മാറി. ഓക്കെ, ഈ N ടേൺസ് ഉള്ളതുകൊണ്ട് N into B into A ആണെന്ത്? ടോട്ടൽ ഫ്ലെക്സ് ത്രൂ ദിസ് എന്താണ്? ടേൺസ്. അതുകൊണ്ട് നേരത്തെ LI ആണ് നമ്മൾ പറഞ്ഞു. ഇനി എന്താ മക്കളെ? N ഇതാ N into what is B? B
ബി എന്ന് പറഞ്ഞാൽ ഇന്റെ ഉള്ളത്തെ ഇന്റൻസിറ്റി. ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളത്തെ ഇന്റൻസിറ്റി എന്താ? mu0 ni. സോ ബിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? mu0 ni കൊടുക്കും ഇൻറ്റു എന്തുണ്ട്? എ ഉണ്ട്. Okay, now what is ഇവിടെ number of turns per unit length ആണ് എന്ത് പറഞ്ഞാൽ small എന്ന് പറഞ്ഞാൽ number of turns per unit length. അതെങ്ങനെയൊക്കെയാണ്? total number of turns by total length L. അപ്പൊ ഇതിന്റെ ലെങ്ത് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? L ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ ക്യാപിറ്റൽ N by L ആണ് എന്ത്? സ്മോൾ n. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്താ മക്കളെ? ക്യാപിറ്റൽ N അത് സ്മോൾ n into L ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ n into L into mu0 nia. ഇതൊന്ന് വൃത്തിയാക്കി എഴുതുമ്പോൾ എന്താ? mu0 n square I into a into L എന്ന് വരും. അപ്പൊ ഫ്ലെക്സിന് രണ്ട് ഇക്വേഷൻസ്, ഒന്ന് എൽ ഐയും ഒന്ന് ഇപ്പൊ കിട്ടിയ mu0 n square i a ഉം. അത് രണ്ടും അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ L into മക്കൾ നോക്കടാ, രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ L into I is equal to mu0 n square i a L എന്ന് വരികയും ഈ ഐയും ക്യാൻസൽ ആവുകയും ചെയ്യുമ്പോൾ what is L? mu0 n square AL എന്ന് വരും. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ ഫോർ L, സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പൊ സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക എന്തിനൊക്കെയാണ്? ഒന്ന് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, രണ്ട് ഏരിയ ഓഫ് ദി ലൂപ്പ്, പിന്നെ എന്താ? L ലെങ്ത് ഓഫ് ദി സോളിനോയിഡ്, പിന്നെ mu0 അതായത് നേച്ചർ ഓഫ് കോർ മെറ്റീരിയൽ. ഇത്രയും ഫാക്ടേഴ്സിനെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ? ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് വൺ ഈസ് അടുത്തതായിട്ട് മക്കളെ നോക്കടാ, അടുത്തതായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ മക്കളെ നോക്കടാ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡ് കൂടെ ഒഴുകുന്ന കറണ്ടിലുള്ള വേരിയേഷൻ കൊണ്ട് തൊട്ടടുത്തുള്ള കോയിലിൽ എന്തുണ്ടാവുക? ഒരു EMF ഉണ്ടാവുക. അതായത് ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. This phenomenon is known as mutual induction. So what is mutual induction? It is a phenomenon of inducing an EMF in a coil due to the variation of current in the neighboring coil. It's a phenomenon of inducing an EMF in a coil due to the variation of current in the neighboring coil. അതാണ് എന്തെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പൊ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി മക്കളെ ശ്രദ്ധിക്കണം, ഇവിടെ നോക്ക്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കാരണമാണ് ഇതിൽ എന്തുണ്ടാവല്? ഫ്ലക്സ് ഉണ്ടാവല്. ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് കാരണം ഇതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് കാരണം ഇതിന് എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും. സോ ഇത് പ്രൈമറി കോയിൽ നിന്നും ഇത് സെക്കൻഡറി കോയിൽ നിന്നും വിളിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് സെക്കൻഡറി കോയിൽ? സെക്കൻഡറി കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ത്രൂ എന്താണ്? പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലൂടെ ഒഴുകുന്ന കറണ്ടാണ് സെക്കൻഡറി കോയിലിൽ കിട്ടുക. പ്രൈമറി കോയിലൂടെ ഒഴുകുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ് സെക്കൻഡറി കോയിലിൽ കിട്ടുക. അപ്പൊ സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രൈമറി കോയിലിലെ കറണ്ടിന് എന്താണ്? ഡിപ്പെൻഡ് ചെയ്യും. പ്രൈമറി കോയിലിലെ കറണ്ടിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ Φ2 ഫ്ലക്സ് അറ്റ് ദ സെക്കൻഡറി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ത്രൂ പ്രൈമറി കോയിൽ ആണ്. സോ Φ2 പ്രൊപ്പോർഷണൽ എന്താണ്? I1 ആണ്. Now Φ2 is equal to എന്താണ്? M into I1 ആണ്. M into I1 where M is mutual inductance or coefficient of mutual induction. So from here we have here what is M? That is Φ2 by I1. If I1 is equal to 1 ampere then what is M? M is equal to Φ2. അതായത് മക്കളെ ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ it is the flux linked with the secondary coil when unit current flows through the primary coil. രണ്ട് കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സെക്കൻഡറി കോയിലുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. എപ്പോ? പ്രൈമറി കോയിലിലൂടെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി? ഓക്കെ. അപ്പൊ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി കോയിൽ when unit current flows through primary coil. That is what is known as mutual inductance. ഇനി മക്കളെ ശ്രദ്ധിക്കും, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് EMF? E is equal to d phi by dt. എടാ മക്കളെ, phi എന്ന് പറഞ്ഞാൽ എന്താ? phi എന്ന് പറഞ്ഞാൽ എന്താ? അത് M into I1 ആണ്.
Okay, M into I1, that is induced EMF at secondary. Secondary induce ചെയ്യുന്ന EMF ആണ് എന്ത് d phi by dt. അപ്പോൾ അതെന്താണ് d by dt of phi ആണ്. phi 2 എന്ന് വേണമെങ്കിൽ പറയാം. What is phi 2? M into I1. That is E2 is equal to മക്കളെ എന്താ M into d I1 by dt ആണ്. From here what is M? That is equal to E2 by d I1 by dt ആണ്. What is E2? എന്താണ് d I1 by dt? d I1 by dt rate of change of current 1 ampere per second ആകുമ്പോൾ M becomes equal to മക്കളെ എന്താണ് E2. So what is that? Mutual inductance between two coils, mutual inductance between two solenoids is the EMF induced in the secondary coil. രണ്ട് കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ്. എപ്പോ? ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ഇൻ ദ പ്രൈമറി ഈസ് 1 ആംപിയർ പെർ സെക്കൻഡ്. പ്രൈമറിയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് 1 ആംപിയർ പെർ സെക്കൻഡ് ആകുമ്പോഴുള്ള സെക്കൻഡറി കോയിലിലെ EMF-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് വിളിക്കുക. ഈ ഒരു കോൺസെപ്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ that will become very wonderful. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി രണ്ട് രീതിയിൽ ഞാൻ അതിന് ഇക്വേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കടാ, ഇനി വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു ലോങ് സോളിനോയിഡ്സ്. രണ്ട് ലോങ് സോളിനോയിഡ്സിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ലിസൺ മക്കളെ, ചാപ്റ്റർ കഴിയാൻ പോവാണ്, അവസാന ടോപ്പിക്സ് ആണ്. എന്റെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഞാൻ ടൈറ്റ് ആയിട്ട് വേറെ സോളിനോയിഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പ്രൈമറി ആണ്, മറ്റേ സെക്കൻഡറി ആണ്. സോ ഇതിൽ കൂടെ I1 കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് സെക്കൻഡറി കോയിൽ ആണ്. ഇനി ഒന്നാമത്തെ കൂടെ ഒഴുകുന്ന കറന്റ് I1 ആണ് മക്കളെ, ശ്രദ്ധിക്കണേ. സോ ഞാൻ ഇവിടെ പറയാണ്, ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി ഇസ് ഈക്വൽ ടു M into I1 എന്ന് നമ്മൾ നേരത്തെ എഴുതാൻ പറ്റും. M into I1 ആണ് സെക്കൻഡറിയിലെ ടോട്ടൽ ഫ്ലക്സ്. ഇനി സെക്കൻഡറി ടോട്ടൽ ഫ്ലക്സ് കാണാൻ വേണ്ടി phi 2 കാണാൻ വേണ്ടി മറ്റൊരു മാർഗം, സെക്കൻഡറിയിലെ ടേൺസിന്റെ എണ്ണം ഇൻറ്റു സെക്കൻഡറിയിലെ ഒരു ടേണിലുള്ള ഫ്ലക്സ്. ഒരു ടേണിലുള്ള ഫ്ലക്സ് എങ്ങനെ? B1 into A എന്ന് എഴുതണം. കാരണം ഇവിടെ രണ്ട് ടേണിന്റെയും ഏരിയാസ് ഒക്കെ സെയിം ആണ്. രണ്ട് കോയിലിന്റെ പ്രൈമറിന്റെയും സെക്കൻഡറി ഒക്കെ ഏരിയാസ് എന്താണ്? സെയിം ആണ്. അപ്പൊ ലിസൺ, അപ്പൊ ഞാൻ സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് കാണാൻ വേണ്ടി സെക്കൻഡറി കോയിലിലെ ടേൺസിന്റെ എണ്ണം ഇൻറ്റു സെക്കൻഡറിയിലെ ഒരു ടേണിലെ ഫ്ലക്സ്. സെക്കൻഡറിയിൽ ആരാ ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫീൽഡ് ഉണ്ടാക്കുക? അത് ഒന്നാമത്തെ കോയിലാണ് ഉണ്ടാക്കുക. ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ആണ് രണ്ടാമത്തെ കോയിലിന് കിട്ടുക. ഒന്നാമത്തെ കോയിലിനെ ഇന്റൻസിറ്റി ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അത് രണ്ടാമത്തെ കോയിലിന് കിട്ടണം. ആ രണ്ടാമത്തെ കോയിലിന് കിട്ടുന്ന ഇന്റൻസിറ്റി അപ്പൊ എന്താ? ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കിയ ഇന്റൻസിറ്റി. ഒന്നാമത്തെ കോയിലിലെ കറണ്ട് ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി എന്താ? mu0 n1 I1, അതാണ് B1. അപ്പൊ ഞാൻ പറയാണ്, രണ്ടാമത്തെ കോയിലിലെ ഒരു ടേണിലെ ഫ്ലക്സ് കാണാൻ വേണ്ടി B1 ഇൻറ്റു രണ്ടാമത്തെ കോയിലിന്റെ ഏരിയ അടിക്കണം. രണ്ടാമത്തെ കോയിലിന്റെ ഏരിയ ഞാൻ A എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരിക? N2 ഇൻറ്റു B1 ഇൻറ്റു A. ഇത് B1 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ കോയിലിലെ ഒരു ടേണിന്റെ ഫ്ലക്സ് ഇൻറ്റു രണ്ടാമത്തെ കോയിലിന്റെ ടേൺസിന്റെ എണ്ണം. അപ്പൊ എന്തായി? രണ്ടാമത്തെ കോയിലിൽ മൊത്തമായി കിട്ടുന്ന എന്തായി? ടോട്ടൽ ഫ്ലക്സ് ആയി. ഓക്കെ, ദാറ്റ് ഈസ് phi 2. Now what is B1? N2 into what is B1? mu0 n1 I1 into A എന്ന് വരും. Got it? Now what is രണ്ട് ഫ്ലക്സും സെയിം ആണ്. സോ M into I1 is equal to mu0 n2 n1 small n1 I1 A എന്ന് വരും. I1 cancel out. So what is M? mu0 n2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? n2 by L ആണ് എന്ത്? small n2. So what is n2? small n2 into L എന്ന് വരും. സെറ്റ് അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? n2 into L into n1 into A, that is equal to mu2 n1 n2 L A അല്ലെങ്കിൽ A L എന്ന് വരും. ഓക്കെ ആണല്ലോ? ദിസ് ഈസ് അവർ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പഠിച്ചു വെക്കണം. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഒരു സോളിനോയിഡിന്റെ എന്താ വരിക? mu0 n2 AL. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു സോളിഡ്സ് എന്താ വരിക? mu0 n1 n2 AL. പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? സോ റിലേഷൻ ബിറ്റ്വീൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അതായത് എന്റെ കയ്യിൽ രണ്ട് സോളിനോയിഡ്സ് ഉണ്ട്.
ഈ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1 ആണ്, ഇവന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സോളിനോയിഡും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു K into root of L1 L2 ആണ്, where K is known as coefficient of coupling. ഈ K വാല്യൂ 1 ആവും എപ്പോൾ ഫോർ ടൈറ്റ് കപ്ലിംഗ്. ആ ടൈറ്റ് കപ്ലിംഗ് അവിടെ കാണിച്ചത് ഇത് ടൈറ്റ് കപ്ലിംഗ് ആണ്. ഈ കപ്ലിംഗിൽ പ്രൈമറി ഉണ്ടാക്കുന്ന മൊത്തം ഫ്ലക്സും ഫീൽഡും ആർക്ക് കിട്ടും? സെക്കൻഡറി കിട്ടും. അതുകൊണ്ട് ടൈറ്റ് കപ്ലിംഗ് ആണോ K വാല്യൂ 1 ആണ്. അപ്പൊ ടൈറ്റ് കപ്ലിംഗ് ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് L1 L2 എന്ന് എഴുതാം. ഇത് എന്ത് കപ്ലിംഗിനാ? ഫോർ ടൈറ്റ് കപ്ലിംഗ്. ഓക്കെ ആണോ? ടൈറ്റ് കപ്ലിംഗ്. ഇവിടെ ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കണമൊക്കെ ആർക്ക് കിട്ടണം? രണ്ടാമത്തെ കോയിൽ എന്ത്? ഫീൽഡ്. ഓക്കെ, കിട്ടിയാൽ ടൈറ്റ് കപ്ലിംഗ് ആയിട്ടോ. ഇനി നമുക്ക് AC ജനറേറ്റർ മക്കളെ. വാട്ട് ഈസ് AC ജനറേറ്റർ? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ദാറ്റ് ഈസ് നോൺ ആസ് എന്ത്? AC ജനറേറ്റർ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ചെറിയ ക്ലാസ് പഠിച്ച ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിന്റെ ഇതിൽ വർക്ക് ചെയ്തത് അല്ലേ. നെക്സ്റ്റ്, ഇനി ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്സ് കാണും, അതുപോലെ ആർമേച്ചർ കാണും. ഈ ആർമേച്ചർ ഫീൽഡ് മാഗ്നറ്റ് വെച്ച് ഇങ്ങനെ കറങ്ങുമ്പോൾ ആർമേച്ചറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഞാൻ ഒരു ആർമേച്ചർ കൺസിഡർ ചെയ്യുന്നു. ഈ ആർമേച്ചർ ഇങ്ങനെ കറങ്ങൂലേ? ആർമേച്ചർ നമ്മൾ വരക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ എന്ത്? ആർമേച്ചർ. ഈ ആർമേച്ചറിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെയാണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? അത് 90 ഡിഗ്രി ആണ്. ആർമേച്ചർ ഒന്ന് കുറച്ച് കറങ്ങിയാലോ? കുറച്ച് കറങ്ങി കഴിഞ്ഞാൽ നോക്കടാ, ആർമേച്ചർ ഒന്ന് കുറച്ച് കറങ്ങി ആർമേച്ചർ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ആർമേച്ചർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഏരിയ വെക്ടർ ഈ ലെവലിലേക്ക് വരും. അപ്പൊ ഏരിയ വെക്ടറും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇപ്പോൾ എന്തൊരു ആംഗിൾ? തീറ്റ ആംഗിളിലേക്കായി. അപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമ്പോൾ ആർമേച്ചറുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും. ശരിയല്ലേ? എടാ, ഈ ഒരു അവസ്ഥയിൽ ഫ്ലക്സ് എന്താ? 0, ബിക്കോസ് എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 90. അപ്പൊ B.A എന്നുള്ളത് BA cos 90 0. അപ്പൊ എന്താ? 0 ഫ്ലക്സ്. അപ്പൊ ഈ കേസിൽ ഫ്ലക്സ് എന്താ? 0. പക്ഷെ ആർമേച്ചർ കറങ്ങി ഇങ്ങനെ ആയപ്പോൾ കുറച്ച് ഫ്ലക്സ് വന്നു. എത്ര? A into B into cos theta. ഇനി ആർമേച്ചർ കറങ്ങി ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ആർമേച്ചർ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്, ബി വെക്ടറും ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഈ ഒരു കേസിൽ ഏരിയ വെക്ടറും ബി വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 90. അപ്പൊ ആർമേച്ചർ കറങ്ങുന്നതിനനുസരിച്ച് അവിടെ തീറ്റ മാറുമ്പോൾ ഫ്ലക്സ് മാറുമ്പോൾ എന്ത് മാറും? EMF ഉണ്ടാവും. EMF ഉണ്ടാവും. അപ്പൊ ഞാൻ പറയാം മക്കളെ, വാട്ട് ഈസ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ആർമേച്ചർ? ദാറ്റ് ഈസ് B.A എന്ന് പറഞ്ഞാൽ എന്താ? BA cos theta. n ടേൺസ് ഉണ്ടെങ്കിൽ എന്താ വരിക? n into B. അപ്പൊ ഞാൻ എങ്ങനെ പറയാണ്? ടോട്ടൽ ഫ്ലക്സ് is equal to n ടേൺസ് ഉണ്ടെങ്കിൽ n into B.A എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു n into B into A into cos theta. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീറ്റ ആംഗിൾ ഈ ആർമേച്ചർ കറങ്ങി. ഓക്കെ, ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ ഈ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്ന സ്പീഡ് ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ പറഞ്ഞാൽ എന്താ മക്കളെ? തീറ്റ ബൈ ടി. പണ്ട് പഠിച്ചിട്ടുണ്ട്. ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. സോ വാട്ട് ഈസ് ഒമേഗ? തീറ്റ ബൈ ടി. ഫ്രം ഹിയർ വാട്ട് ഈസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ? NBA cos omega t. ഇതാണ് ഫ്ലക്സ്. അപ്പൊ ഇതാണ് മക്കളെ ഫ്ലക്സ്. എന്ത്? ടി ടൈമിൽ നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ആർമേച്ചറുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് ആണിത്. നമുക്കിനി EMF, ഇൻഡ്യൂസ്ഡ് EMF കാണണം മക്കളെ. ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ കാണാം? ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേണ്ടി E is equal to minus d∅dt. That is equal to minus d/dt of NBA cos omega t. That is equal to minus n പുറത്തേക്ക് b പുറത്തേക്ക് a പുറത്തേക്ക്. കാരണം ആർമേച്ചർ കറങ്ങുമ്പോൾ n മാറൂല, b മാറൂല, പിന്നെ a മാറൂല. മാറാനാണ് ഒമേഗ ടി അല്ലെങ്കിൽ തീറ്റയാണ് മാറുക. അപ്പൊ ഒമേഗ ടി ആണ് വെച്ചു. അപ്പൊ എന്താ? d/dt of എന്താണ്?
cos omega t. Now what is derivative of cos omega t? That is minus sin omega t. Appo minus nba into minus sin omega t into omega ennu varum. That becomes equal to minus plus I. So nba omega sin omega t is our induced EMF. ഇതാണ് induced EMF. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സൈൻ ഫംഗ്ഷൻ അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഫ്ലെക്സോ കോസ് ഫംഗ്ഷൻ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ EMF ഉണ്ടാകാവുന്ന മാക്സിമം വാല്യൂ എത്രേ? ഇ മാക്സ് അല്ലെങ്കിൽ E0 കൊടുത്തോ? ഇക്ക് ഉണ്ടാകാവുന്ന മാക്സിമം വാല്യൂ ഇത് മാക്സിമം ആവുമ്പോഴാണ്. കാരണം ഇത് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അത് മാക്സിമം എത്ര? 1 വരിക. അപ്പൊ അത് 1 ആവുമ്പോ ഇ മാക്സ്. അപ്പൊ എന്താ NBA ഒമേഗയാണ് എന്ത്? ഇ മാക്സ് എന്ന് പറഞ്ഞ്. അപ്പൊ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് E is equal to E0 sin omega t. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ EMFന്റെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് വിൽ ബി ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. EMFന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. റെഡി ആണല്ലോ? സോ EMF ടൈം അല്ലെങ്കിൽ തീറ്റ വെച്ച് വരക്കുകയാണെങ്കിൽ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്ലെക്സിന്റെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഫ്ലെക്സ് ഗ്രാഫ് ഇവിടെ ഫ്ലെക്സും ടൈം അല്ലെങ്കിൽ തീറ്റ വെച്ച് വരക്കുകയാണെങ്കിൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. എന്തുകൊണ്ടാ? അത് കൊസൈൻ ഗ്രാഫ് ആണ്. ഫൈ ഇസ് ഈക്വൽ ടു എന്താണ്? NBA cos omega t ആണ്. EMF എന്താണ്? NBA ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മക്കളെ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കടാ. സെറ്റ് അല്ലടാ? റെഡി? ഓക്കെ, റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങളോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പൊ ഞാൻ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാം. മക്കളെ നോക്കടാ. എന്താ? The magnetic flux linked with a coil in Weber is given by the equation phi is equal to 5t square plus 3t plus 16. The induced EMF will be, മക്കളെ ഇൻഡ്യൂസ്ഡ് EMF കാണണം. എപ്പോഴാണ്? ടൈം 4th സെക്കൻഡിൽ. അപ്പൊ t 4 സെക്കൻഡ് ആകുമ്പോഴുള്ള ഇൻഡ്യൂസ്ഡ് EMF കാണണം. എന്താ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ? E is equal to minus d phi by dt is equal to minus d by dt of എന്താ മക്കളെ? 5t square plus 3t plus 16 phi എന്ന് പറഞ്ഞാല് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മൈനസ് ഓഫ് 10t plus 3 എന്നുണ്ടാവും. സിമ്പിൾ ഡിഫറൻഷിയേഷൻ. സോ വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് EMF? E is equal to minus of എപ്പോഴത്തെ EMF കാണേണ്ടി പറയും? ഇൻഡ്യൂസ്ഡ് EMF when t is equal to 4 seconds is equal to minus of 10 into 4 plus 3. Answer is minus of 40 plus 3. Answer എന്താ? minus 43 വോൾട്ട് ഉണ്ടാവും. So answer is B is the right answer. It's very simple. അടുത്ത, a coil of 800 turns, effective area 0.05. മക്കളെ ശ്രദ്ധിക്കണം. coil of turns എത്ര? 800 turns എന്നിട്ടോ effective area A എത്ര മക്കളെ? 0.05 meter square. ഒക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാ, കുഴപ്പമില്ല. ഇനി അടുത്ത് എന്താ? is kept perpendicular to a magnetic field. magnetic field B എത്ര? 5 into 10 raised to minus 5 Tesla. ഇനി അടുത്ത്, when the plane of the coil is rotated by 90 degree, ഈ കോയിൽ 90 ഡിഗ്രി എന്താക്കി? തിരിച്ചു. എവിടുന്ന? of its coplanar axis in 0.1 second. അതായത് 0 ഡിഗ്രിയിൽ നിന്ന് 90ലേക്ക് തിരിച്ചു. അപ്പൊ തീറ്റ 0 ഡിഗ്രിയിൽ നിന്ന് 90യിലേക്ക് ഈ സാധനം തിരിച്ചു. ഓക്കെ, എത്ര സമയം കൊണ്ടാ മക്കളെ? 0.1 സെക്കൻഡ് കൊണ്ട് EMF induced in the coil will be. മക്കളെ EMF കാണണം. EMF കാണാൻ നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻ എന്താ? phi2 minus phi1 by time taken ചെയ്യാം. എന്താ മക്കളെ phi2? ആലോചിക്കേണ്ടത് ഇപ്പൊ 90യിലാണുള്ളത്. ഒരു മൈനസ് ഓഫ് ഉണ്ട്, മൈനസ് ഓഫ്. ഓക്കെ, ഇപ്പൊ 90യിലാണുള്ളത് അല്ലേ? അപ്പൊ 90യിലായതുകൊണ്ട് ഫ്ലെക്സ് എന്താ? 0 ആണ്. എന്നാൽ ആദ്യം 0 ഡിഗ്രി ആണ്. അപ്പൊ ഫ്ലെക്സ് എന്താ? ഫ്ലെക്സിന്റെ ഇക്വേഷൻ എന്താ? NBA cos omega t. cos omega t യിൽ omega t 0, തീറ്റ 0 ആണ്. ഓക്കെ, അപ്പൊ എന്താ? NBA. അപ്പൊ എന്താ? മൈനസ് NBA by time taken down. That becomes equal to NBA by T. So ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി എഴുതാണ്. E is equal to n എത്രയാ മക്കളെ? 800. B എത്ര? 5 10 raised to minus 5. ഏരിയ എത്ര?
0.05 എന്താ 5 10 raised to minus 2 എന്ന് എഴുതാം by time taken 0.1 ആ 0.1 second means 10 raised to minus 1 that is equal to നോക്കടാ 10 raised to minus 1 മുകളിൽ കയറുമ്പോൾ എന്താ പ്ലസ് 1 ആവും അപ്പോൾ ആ 5 10 raised to minus 2 എന്നുള്ള എന്താ 10 raised to minus 1 ആവും ഓക്കെ സോ 800 into 5 into ഇതിന് 5 ഉണ്ട് into അപ്പോൾ 10 raised to minus 1 ആയപ്പോൾ 10 raised to minus 2 പോയതാ ഇത് രണ്ടും കൂടി എന്തായി 10 raised to minus 1 ആ minus 1 ഉം ഇതും കൂടി minus 6 ആവും അപ്പോൾ 10 raised to minus 6 വരും that is equal to പറ ഈ രണ്ട് സീറോസും ഇതും കൂടി നമുക്ക് കട്ടുമ്പോൾ 10 raised to 2 10 raised to minus 4 ഉണ്ടാവും അല്ലേ സോ 10 raised to minus 4 ഉണ്ടാകും സോ 8 into എത്ര 5 25 എന്നുണ്ടാവും that is equal to 8 25 4 25 100 8 25 200 അപ്പോൾ എന്താ 200 into 10 raised to minus 4 അപ്പോൾ എന്താ 2 into 10 raised to minus 2 അപ്പോൾ എന്താ 0.02 വോൾട്ട് ഉണ്ടാവും സോ ആൻസർ ഈസ് 0.02 വോൾട്ട് കണ്ടോ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഓക്കേ ഇനി മക്കളെ ശ്രദ്ധിക്കണം ഇവിടെ നോക്ക് An electron moves on a straight line along xy എന്നിങ്ങനെ പോയി കൊടുക്കുകയാണ് as shown. ABCD is a coil adjacent in the path of electron. What will be the direction of current if any induced in the coil? If current induced in the coil ആയിക്കോട്ടോ. If current any current induced okay. എടാ നോക്കടാ ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ എങ്ങോട്ടാ കൊണ്ടുവരുന്നത് എ ബി സി ഡി എന്നൊരു കോയിൽ ഉണ്ട് അപ്പൊ അതിൽ കൂടെ ആര് പോവാ എക്സ് എന്ന് വൈയിലേക്ക് ആര് പോകുന്നുണ്ട് ഇലക്ട്രോൺ പോകുന്നുണ്ട് അപ്പൊ എക്സ് എന്ന് വൈയിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ മക്കളെ ശ്രദ്ധിക്കണേ എക്സ് എന്ന് വൈയിലേക്ക് ഇലക്ട്രോൺ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടം വരെ ഇവിടെ എത്തുന്നത് വരെ ഇലക്ട്രോണ് ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെ അപ് ടു ദിസ് പോയിന്റ് എന്താ സംഭവിക്കുക ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലക്ട്രോൺ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ട് വരിക എന്നാ അപ്പൊ കറണ്ട് ഇങ്ങോട്ടേക്കാ വരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ കറണ്ട് ലെഫ്റ്റിലേക്കാ അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ് ഇലക്ട്രോൺ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ് എനിവേ ഇലക്ട്രോൺ ഇവിടെ എത്തി അപ്പൊ കറണ്ട് ഇങ്ങോട്ടാ ഓക്കെ കറണ്ട് ഇങ്ങോട്ടാവുമ്പോൾ ഇവിടെ ഇതിന്റെ ഈ കറണ്ട് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക ലൈക്ക് ദിസ് ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടാവും അതിൽ ഇവിടുന്ന് ഉള്ളിലേക്ക് ഓക്കെ ഇവിടുന്ന് എന്താ പുറത്തേക്കാണ് ഉണ്ടാവുക ഓക്കെ ആയിക്കോട്ടെ അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉള്ളിലേക്ക് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ് ക്ലിയർ ഉള്ളിലേക്കാണ് ഓക്കെ അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് എന്ത് ചെയ്യും കൂടി വരും ഏത് വരെ ഇവിടം വരെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഇവിടുത്തെ ഫീൽഡ് എന്ത് ചെയ്യും കുറഞ്ഞു വരും അപ്പം ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും കൂടും ഫ്ലക്സ് കൂടുമ്പോൾ ഒരു EMF ഉണ്ടാവും ഓക്കെ ഇനി ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴോ ഇവിടുത്തെ ഫ്ലക്സ് കുറയുമ്പോഴും ഒരു EMF ഉണ്ടാവും ഫ്ലക്സ് കൂടുമ്പോൾ EMF എങ്ങനെയാണ് ഉണ്ടായത് അതിന് ഓപ്പോസിറ്റിലേക്ക് ആ ഫ്ലക്സ് കുറയുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എന്താ കറണ്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്ലക്സ് ഇങ്ങനെ കൂടി വരും ഇനി ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോഴോ എവേ അല്ലേ അവിടുന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും കുറഞ്ഞു വരും അപ്പം ഇവിടം വരെ എന്താണ് ഇതിൽ കറണ്ട് എങ്ങോട്ടേക്കാണോ അതിന് ഓപ്പോസിറ്റിലേക്കാണ് ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുക സോ വാട്ട് ഈസ് ആൻസർ then current if any induced in the coil അല്ലേ what will be direction of കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ കാണണം അപ്പൊ എങ്ങനെ ഉണ്ടാവുക ABCD എന്ന് പറയാൻ പറ്റില്ല ADCB എന്ന് പറയാൻ പറ്റില്ല the current will reverse its direction as the electron goes past the coil അതായത് ഇവിടെ കടന്നു പോകുമ്പോൾ കറണ്ട് റിവേഴ്സ് ആവുന്നു exactly right exactly correct answer okay ready അടുത്ത ക്വസ്റ്റ്യൻ A coil of resistance 400 ohm മക്കളെ വേഗം റെസിസ്റ്റൻസ് എഴുതി വെക്കണം എത്ര ഓമാ 400 ohm is placed in a magnetic field ഇതിനെ എന്തിൽ പ്ലേസ് ചെയ്തു ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്തു if the magnetic flux linked with the coil varies with എടാ phi എത്ര ഫ്ലക്സ് ദാ ഈ റിലേഷൻ അനുസരിച്ച് ആര് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്ലക്സ് ചേഞ്ച് ചെയ്യട്ടെ now the current in the coil at I കാണണം when t is equal to 2 second എടാ കറണ്ട് കാണണമെങ്കിൽ ആദ്യം E കാണും എന്താ E minus d phi by dt that is equal to minus of d phi എന്ന് പറയുമ്പോൾ 100t എന്നുണ്ടാവും 100t എടാ ഡിഫറൻഷിയേറ്റ് ചെയ്തിനെ പെട്ടെന്ന് d phi by dt 2 into 50t
100t. Okay അല്ലേ? So induced EMF when t is equal to 2 second ആദ്യം കാണുക. എന്താ? minus 100 into 2 that is equal to minus 200 volt. ഇനി കറണ്ട് അല്ലേ കാണണ്ടേ? കറണ്ട് എന്താ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് that is equal to കട്ടാവുമ്പോൾ എന്താ? minus 0.5 ആംപിയർ ഉണ്ടാവും. അപ്പൊ നെഗറ്റീവ് വേണ്ട, ഓപ്ഷൻ നെഗറ്റീവ് ഇല്ല. So answer is 0.5 ampere is the right answer. Okay, set. Next question. A conducting circular loop is placed in a uniform magnetic field. B is equal to B is equal to 0.025 Tesla with its plane perpendicular to the loop. Okay, plane എന്താണ്? With its plane perpendicular to the loop. അപ്പോൾ B എങ്ങനെയാണ്? പ്ലെയിന് എങ്ങനെ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടറും ബിയും എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ തീറ്റ എന്താണ്? 0 ഡിഗ്രി ആണ് എന്ന് പറയാതെ പറഞ്ഞു. അടുത്ത് the radius of the loop is made to shrink at the constant rate of 1 millimeter per second. അപ്പോൾ റേഡിയസ് dr by dt എന്ന് പറയും. റേഡിയസ്, ഈ ലൂപ്പിന്റെ റേഡിയസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര റേറ്റിലാ? dr by dt that is 1 mm per second. mm മീറ്ററിലാക്കുമ്പോൾ 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. ആയിക്കോട്ടെ. ഇനി induced EMF when the radius is 2 cm. റേഡിയസ് 2 cm ആകുമ്പോഴുള്ള എന്ത് കാണണം? ഇൻഡ്യൂസ്ഡ് EMF കാണണം. ഓക്കെ ആണല്ലോ? സോ കാണാം. ലിസൺ. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ആരുണ്ട്? ഒരു സർക്കുലർ ടേൺ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ സർക്കുലർ ടേണിന്റെ റേഡിയസ് ചുരുങ്ങുകയാണ് മക്കളെ. റേഡിയസ് എന്ത് ചെയ്യാണ്? ചുരുങ്ങി 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 വരിക അല്ലെ? റേഡിയസ് ചുരുങ്ങി വരിക അല്ലെങ്കിൽ കൂടി വരിക, എന്തോ ആയിക്കോട്ടെ, ഒന്നും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഈ ചുരുങ്ങി വരികയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇതിന്റെ ഇനീഷ്യൽ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ. അതായത് ഇവിടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സ് is equal to b into pi r square അല്ലേ വരിക? b into a pi r square എന്ന് വരും. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF എന്താ വരിക? d phi by dt ആണ്. That is equal to d by dt of എന്താ? phi b into pi r square is equal to b പുറത്തേക്ക് വരും because b മാറുന്നില്ല, pi പുറത്തേക്ക് വരും, pi മാറുന്നില്ല, d by dt of എന്ത് വരും? r square. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? b into pi into 2r dr by dt എന്ന് വരും. that is equal to pi into b എന്ന് പറഞ്ഞാൽ എന്താ? 0.025 into 2 into r എന്ന് പറഞ്ഞാൽ എന്താ? 2 10⁻² into dr by dt എന്താ? 1 10⁻³ is equal to, ഇതൊന്നും സോൾവ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക നമുക്ക് നോക്കാം. ലിസൺ. that is equal to pi ആണ് നിൽക്കട്ടെ into ഇത് 25 into 10⁻³ ആണ് into 2 into 2 is 4 10⁻² ആണ് into 10⁻³ that is equal to listen 4 into 25 എന്ന് പറഞ്ഞാൽ 100 10⁻². ആ 10⁻² ഉം -2 ഉം കട്ടായി. അപ്പൊ എന്താ? പൈ ഉണ്ട്, പിന്നെന്താ? 10⁻6 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പൈ മൈക്രോ വോൾട്ട് എന്ന് എഴുതാം. സോ ആൻസർ ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ഈ രീതിയിലേക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി a circular disc of radius 0.2 is placed in a uniform magnetic field of induction in such a way that its axis make an angle 60 degree with B. Magnetic flux linked with the disc is മക്കളെ ഫ്ലെക്സ് കാണണം. എന്താ പറഞ്ഞത്? യൂണിഫോം 0.2 ആണ് റേഡിയസ്. അപ്പൊ ആർ എത്ര? 0.2 മീറ്റർ ആണ്. പ്ലേസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻഡക്ഷൻ 1/π. അപ്പൊ ബി എത്ര? ബി ഈസ് 1/π ടെസ്ല. ഇനി in Weber in such a way that its axis makes an angle 60 degree with B. അപ്പൊ തീറ്റ കൃത്യമായി പറഞ്ഞു എത്ര? 60 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇനി ഫ്ലെക്സ് കാണണം. ഫ്ലെക്സ് എന്താ? b into a into cos theta that is equal to b എത്ര? 1/π. a എത്ര? pi r square into r എന്ന 0.2 ആ. so 0.2 ന്റെ സ്ക്വയർ into cos 60 എന്ന 1/2 that is equal to ഈ പൈയും പോകും. so 0.2 square by 2 ഉണ്ടാവും. that is equal to 0.2 into 0.2/2 that വെട്ടുമ്പോൾ എന്താ? 0.1. so answer is 0.02 in the
വെബർ എന്നുണ്ടാവും. 0.02 is our right answer. കണ്ടോ, ഈ രീതിയിലേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ വർക്ക്ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പരമാവധി വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിലേക്ക് എൻട്രൻസിന് വേണ്ട എക്സ്ട്രാ തിയറീസുമായിട്ട് നമ്മൾ ഇനിയും ലൈവിലേക്ക് വരും. നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയി പഠിച്ചാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളായി. ഇനി നമുക്ക് ഇതിലെ മ്യൂച്വൽ ഇൻഡക്ഷന്റെയും സെൽഫ് ഇൻഡക്ഷന്റെയും ആ ജനറേറ്ററിന്റെ ഒക്കെ ആ ഭാഗങ്ങൾ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കി എടുക്കാനുണ്ട്. അവൾ ഇനി വരുന്ന ക്ലാസ്സുകൾ അത് സെറ്റ് ആക്കി എടുക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കറക്റ്റായി ചാപ്റ്ററിനെ മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ആ ഏരിയാസ് പെർഫെക്റ്റ് ആയാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ഇന്ന് നമ്മൾ എടുത്ത ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, എൻട്രൻസിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ബോർഡ് എക്സാമിനും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, കറക്റ്റായി ഞാൻ എല്ലാ ഡെറിവേഷൻസും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ടോപ്പിക്സും എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് തിയറീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ എൻട്രൻസിനും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. സോ മക്കൾ നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തണം, അടിപൊളിയായിട്ട്. ആകെ നമ്മൾ 1 മണിക്കൂറും 15 മിനിറ്റും ആകെ എടുത്തിട്ടുള്ളൂ. ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഓരോ ചാപ്റ്റേഴ്സും ഇതുപോലെ സെറ്റ് ആക്കി എടുക്കും. അതുപോലെ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. നിങ്ങളെ ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും മാരത്തോൺ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും. അതോടുകൂടി എല്ലാ ചാപ്റ്റേഴ്സും വണ്ടർഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുകയും ചെയ്യും. ഓക്കെ, സോ നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.